ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കബോർഡിൻ്റെ വർക്ക് ബെഡ്റൂമിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അത് എന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത് ഓൾറെഡി നമ്മളിവിടെ കബോർഡ് സിസ്റ്റം ചെയ്യുന്നതിന് മുന്നേ നമ്മളിവിടെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ചെയ്തിട്ടിരുന്നത്. ഒരു പവർ പ്ലഗ് അല്ലെങ്കിൽ സാധാ ഒരു നോർമൽ പ്ലഗ്ഗാണ് കൊടുത്തിരുന്നത്. പക്ഷേ കബോർഡ് ചെയ്ത സമയത്ത് അവരത് മാറ്റി ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂമിൻ്റെ അകത്ത് ഒരു സിസ്റ്റോ അതല്ലെങ്കിൽ പിള്ളേർക്ക് പഠിക്കുന്ന ഒരു സ്റ്റഡി ഏരിയ ഒക്കെ കിട്ടാനായിട്ട് വളരെ പ്രയാസമായിട്ട് വരും. അത് മാറ്റി അടുത്ത ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന രീതി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 പ്ലഗും അവിടെ നമ്മൾ ആദ്യം കണ്ടത് ഒരു പ്ലഗും ഒരു സോക്കറ്റും ആണെങ്കിൽ ഇവിടെ നമ്മൾ 2 പ്ലഗും 2 സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്ര ആവശ്യാനുസരണം വേണമെങ്കിൽ കൊടുക്കാം. ഈ കബോർഡ് സിസ്റ്റം ചെയ്തേക്കണം നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്ക് ജസ്റ്റ് ഒരാൾക്ക് ഇരുന്ന് അത്യാവശ്യം ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു ഏരിയ തിരിച്ചതിന് ശേഷം ബാക്കിയുള്ള ഏരിയകളിലേക്കാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ കബോർഡിൻ്റെ സെയിം സ്പേസ് തന്നെ. എന്തായാലും കബോർഡ് വന്നു കഴിയുമ്പോൾ പിന്നെ ആ ഏരിയ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ പ്ലഗിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ടേബിളും അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വെച്ച് ചെയ്യാനുള്ളൊരു ഗ്യാപ്പും കൂടി കൊടുത്തതിന് ശേഷം നമുക്കൊരു നല്ലൊരു സ്റ്റഡി ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെയാണ് പഠിക്കുന്നത്, നമ്മൾ ബെഡ്റൂമിലാണെങ്കിൽ പഠിക്കുന്ന ഏരിയ ഒക്കെ നല്ല നീറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലേക്കുള്ള സർക്യൂട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഇത് വന്നിരിക്കുന്നത് വെച്ചാൽ പച്ച വയർ വന്നിരിക്കുന്നത് എർത്താണ് 1.5 റെഡ് വന്നിരിക്കുന്നത് ഫേസാണ് 1.5 ന്യൂട്രൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ കോമൺ വയറാണ് വന്നിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻവെർട്ടർ ഫേസ് കൂടി വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ നമുക്ക് അവിടെ കൊടുക്കാം. UPS കാര്യങ്ങളൊക്കെ നമ്മൾ സിസ്റ്റത്തിന് UPS കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി അതല്ല നമ്മൾ UPS കൊടുക്കുന്നില്ല, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഇൻവെർട്ടറിൻ്റെ സ്പേസ് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ സൈഡ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബെഡ്റൂം നമ്മളവിടെ വരുന്ന സമയത്ത് കട്ടിലിട്ടതിന് ശേഷം ബാക്കി വരുന്ന ഏരിയ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ കബോർഡ് സിസ്റ്റം ചെയ്യുന്നത്. കണ്ടോ, കബോർഡ് സിസ്റ്റം ചെയ്യുമ്പോൾ കബോർഡ് ആ ഏരിയ മൊത്തം യൂസ് ചെയ്ത് പോകും, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ കബോർഡിൻ്റെ ഒരു ഏരിയ നമുക്ക് നല്ല രീതിയിൽ ഐഡിയപരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ലൊരു സ്റ്റഡി ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ സൈഡിലേക്ക് മാറ്റി ഒരു സ്റ്റഡി ടേബിൾ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കബോർഡ് ചെയ്യുന്ന സമയത്ത് കബോർഡുകാരോട് സെപ്പറേറ്റ് പറഞ്ഞിരിക്കണം അവിടെ നമുക്കൊരു സ്റ്റഡി ടേബിൾ വേണമെന്ന്. അപ്പോൾ കബോർഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടി ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് കസേര അല്ലെങ്കിൽ സ്റ്റൂൾ അതിൻ്റെ അകത്ത് കയറി കിടക്കാവുന്ന രീതിയിൽ മുകളിൽ നമുക്ക് ലാപ്ടോപ്പ് വയ്ക്കാവുന്ന രീതിയിൽ നല്ലൊരു ഏരിയ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ സംഭവിച്ചത് നേരത്തെ പറഞ്ഞ പോലെ സംഭവിച്ചത് ആ ഏരിയ അത് അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാരണം കബോർഡ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ആ തട്ട് കംപ്ലീറ്റ് പൊളിച്ചതിന് ശേഷം മാത്രമേ നമുക്കവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് കബോർഡ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൗകര്യങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കി, അതായത് നഷ്ടപ്പെട്ടെന്ന് പോകുന്ന രീതിയിൽ കബോർഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കബോർഡ് സിസ്റ്റം ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ സ്റ്റഡി ടേബിളൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സൗകര്യങ്ങൾ, റൂമിൻ്റെ സൗകര്യങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും കണ്ടുവരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഐഡിയപരമായിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste